ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിക്കൻ കറീൻ്റെ അതേ ടേസ്റ്റിൽ ഉരുളൻകിഴങ്ങ് കൊണ്ട് ഒരു മസാലക്കറി ഉണ്ടാക്കുന്നതാണ് ഇന്ന് വീഡിയോയിലിട്ടിട്ടുള്ള റെസിപ്പി. ഈ മസാലക്കറി ഉണ്ടാക്കാൻ 5 കിഴങ്ങാണ് ഇട്ടെടുത്തത്. മീഡിയം സൈസിലുള്ള 5 കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത്ര വലുപ്പത്തിലുള്ള 2 സവാള എടുത്തിട്ടുണ്ട്. ഇനി ഈ കിഴങ്ങ് അതിൻ്റെ മീദത്തെ തൊലിയൊക്കെ കളഞ്ഞിട്ട് മുറിച്ചെടുക്കണം. ഈ ഒരു പാകത്തിൽ ക്യൂബ്സ് ആയിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി അത് നല്ലോണം 1-2 പ്രാവശ്യം കഴുകിയിട്ട് കുക്കറിലേക്ക് ഇടുക. 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കഷ്ണം വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് മൂടിയിട്ടിട്ട് ഒരു വിസിൽ കയറ്റിയെടുക്കുക. 2-3 മിനിറ്റ് കുക്കറിൽ തന്നെ വെച്ച ശേഷം വെയിറ്റ് പൊന്തിച്ചിട്ട് ആവിയൊക്കെ പോക്കുക. മറ്റേ അങ്ങനെ തന്നെ വെക്കുമ്പോൾ ഈ കഷ്ണം വെന്തുടയാനുള്ള സാധ്യത ഉണ്ട്. ഈ കറിയിലേക്ക് വറക്കാൻ വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. 2 ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 4-5 ചെറിയ ഉള്ളി. ഇതൊക്കെ ബ്രൗൺ കളർ ആവണ വരെ വറുത്തെടുക്കണം. അതിനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ വറുത്തരച്ച ചിക്കൻ കറി എങ്ങനെയാണോ വെക്കുക അതുപോലെ തന്നെയാണ് ഇട്ടോ വെക്കുന്നത്. ഇതിൽ ചിക്കൻ ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ. അതേ ടേസ്റ്റാണ് കറിക്ക്. ഈ തേങ്ങ നല്ലോണം മൂത്തിട്ട് നല്ല ബ്രൗൺ കളറാവണം. അപ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പം തേങ്ങ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ചൂടാറിയതിന് ശേഷം പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. ഞാൻ ചീനച്ചട്ടിയിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂണ് കടുകിട്ട് പൊട്ടിക്കുക. ഇപ്പം കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4-5 വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ് കേട്ടോ. അതിലിട്ടൊന്ന് നല്ലോണം മൂപ്പിക്കുക. 2 കൂടി 1 ടീസ്പൂൺ ഉണ്ടാവും. അപ്പോൾ അത് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ 2 സവാള അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. വല്ലാതെ നേർമേലൊന്നും അരിയണ്ട, ഈ ഒരു പാകത്തിൽ അരിഞ്ഞെടുത്താൽ മതി. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ സവാള ഒന്ന് വേഗം വേവാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് അതിലിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് വേഗം വഴണ്ടി കിട്ടും. ഇപ്പോൾ അത് നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നല്ലോണം പഴുത്ത 2 തക്കാളി, മീഡിയം സൈസ് 2 തക്കാളിയാണ് കേട്ടോ. അത് ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അതും അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്നും കൂടി വഴറ്റിയെടുക്കുക. ആ ഉള്ളിയും തക്കാളിയും ഒക്കെ കൂടി ഒന്നും കൂടി വഴറ്റി വരട്ടെ. ഇപ്പോൾ ഈ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണ് എരിവില്ലാത്ത മുളക് പൊടി, ഒരു 3/4 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടീസ്പൂണ് നിറയെ മല്ലിപ്പൊടി. ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം ഒക്കെ കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെക്കണേ, മറ്റ് പൊടികൾ കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ആ പച്ചമുളകൊക്കെ മാറണ വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഈ കൂട്ട് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. 2 കപ്പ് വെള്ളമാണ് ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ കറി നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. ഞാൻ വറുത്ത് വെച്ച തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക. ഇപ്പം കറി നല്ലോണം തിളച്ചിട്ട് ആ എണ്ണയൊക്കെ മേതെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി പുഴുങ്ങിയിട്ട് ഊറ്റി വെച്ച ആ ഉരുളൻകിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ വേവിച്ചെടുത്തതിനെ കൊണ്ടാണ് കേട്ടോ ഈ കിഴങ്ങ് തീരെ ഉടഞ്ഞു പോവാതെ കിട്ടിയത്. ഇനി ആ അരച്ച അരപ്പുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കറി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കുക. ഈ അരപ്പൊഴിച്ച ശേഷം കറി തിളപ്പിച്ചില്ലല്ലോ, ഇനി ഈ കറി നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അതാ കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. 1/2 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പാദ്യം കിഴങ്ങ് പുഴുങ്ങുമ്പോഴും ഉള്ളി വാട്ടുമ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പാകം നോക്കിയിട്ട് കണക്കാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തത്.
ഈ മസാലക്കറി ഉണ്ടാക്കുന്ന സമയത്ത് കിഴങ്ങ് തീരെ ഉടഞ്ഞു പോകരുത് കേട്ടോ. ഈ ഒരു പാകത്തിന് തന്നെ ആയിരിക്കണം വേവിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ഈ കറി കാണുമ്പം തന്നെ അറിഞ്ഞൂടെ അതിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കുമെന്ന്. ഇപ്പം ഞാൻ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ചട്ടിയിൽ നിന്ന് തിളക്കി തന്നെയാണ് കേട്ടോ. അങ്ങനെ ചിക്കൻ ഇല്ലാത്തൊരു ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് വിളമ്പി മാറ്റുക. അപ്പോൾ ഇനി കിഴങ്ങ് വാങ്ങണ സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു. പിന്നെ എന്നും ഇതുപോലെ തന്നെ ഉണ്ടാക്കാൻ തോന്നും കേട്ടോ. ചപ്പാത്തിക്കും ചോറിനും പാലപ്പത്തിനൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ അത്. അപ്പോൾ ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോവരുതേ. കമൻറ്റ് എഴുതി അറിയിക്കണേ.